SSLC ഫലപ്രഖ്യാപനത്തിൽ അവ്യക്തത, മറ്റന്നാൾ ഫലപ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന് സൂചന. ഇതുവരെ ഒരു അറിയിപ്പ് ലഭിച്ചില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇന്ന് ചേരുന്ന പരീക്ഷാ ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. മേഘ്ന മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. മേഘ്ന, ഗുഡ് മോർണിംഗ്. 15-ന് ഫലം പ്രതീക്ഷിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. അതിലൊരു മാറ്റം ഉണ്ടാകുമോ? എന്താണ് ഈ വൈകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന്റെ കാരണം? ഗുഡ് മോർണിംഗ് ഗോകുൽ. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച മാത്രമാണ് നടക്കുന്നത്. മറ്റ് വകുപ്പ് മന്ത്രിമാരെയൊന്നും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ഒരു ഭരണ പ്രതിസന്ധിയുണ്ട്. അത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിലും കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചത് മെയ് 15-ന് SSLC പരീക്ഷാ ഫലം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ ഫലപ്രഖ്യാപനത്തെക്കുറിച്ച് യാതൊരു സൂചനകളും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് പരീക്ഷാ ബോർഡ് യോഗം തിരുവനന്തപുരത്ത് വെച്ച് ഇന്ന് വൈകിട്ട് ചേരുന്നുണ്ട്. അതിലായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. നിലവിലൊരു അവ്യക്തത ഉണ്ട് എന്നുള്ളത് അത് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. കാരണം മറ്റ് തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. കൂടാതെ 2021-ന് സമാനമായൊരു സാഹചര്യം ഉണ്ടാകുമോ? 2021-നും ഇതേ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിച്ചത്. അങ്ങനെ ഒരു സാധ്യത കൂടി പരിഗണിക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ സംസ്ഥാനത്തെ സാഹചര്യം എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയും ആ പോസ്റ്റും ഇപ്പോൾ ഒഴിവാണ് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രിയും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ആര് ഫലം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഫലം പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഇന്ന് ചേരുന്ന പരീക്ഷാ ബോർഡ് യോഗത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. അത് മറ്റന്നാൾ ഈ ഒരു ഫലപ്രഖ്യാപനം ഉണ്ടാകുമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സൂചനയായി ലഭിക്കുകയും ചെയ്യുന്നത്. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ന് ചേരുന്ന പരീക്ഷാ ബോർഡ് യോഗത്തിൽ തീരുമാനിക്കുമെന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും അതിൽ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് +1 പ്രവേശനത്തിന് അടക്കം ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ 2021 പോലെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഡയറക്ടറോ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിലൊരു തീരുമാനം ഇന്ന് വൈകിട്ടോടുകൂടി വരും. ഗോകുൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.